ഹായ് ഫ്രണ്ട്സ്, നയനയുടെയും ആദർശിൻ്റെയും പുതിയൊരു അപ്കമിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ഓഫീസിൽ ജോലിക്കൊക്കെ പോയി നയനയ്ക്ക് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി പോവുകയാണ്. അങ്ങനെ നയന ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കുമുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. മുത്തശ്ശ, എനിക്ക് ഓഫീസിൽ നിന്ന് ആദ്യത്തെ സാലറി കിട്ടി, അതിൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ എല്ലാവർക്കുമുള്ള ബിരിയാണി വാങ്ങിച്ചത് എന്ന് നയന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതെന്തിനാ മോളെ, നീ എന്ത് വാങ്ങിക്കൊണ്ടുവന്നാലും ഈ വീട്ടിലുള്ളവർക്ക് അത് സന്തോഷത്തോടു കൂടി കഴിച്ചോളും. നീ ഫുഡ് എല്ലാവർക്കും എടുത്തു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. അത് കേട്ടിട്ട് രേവതിയും അനാമികയും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. നിന്റെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിയ ഫുഡ് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് രേവതി പറയുന്നുണ്ട്. നയന ആഗ്രഹിച്ച് വാങ്ങിക്കൊണ്ടു വന്നതല്ലേ, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഈ ബിരിയാണി വേണ്ടെങ്കിലേ കഴിക്കണ്ട, ഇത് കഴിക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്, അവർ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ദേവയാനി അവരോട് ഇങ്ങനെ തർക്കിക്കുന്നുണ്ട് കേട്ടോ. നയനേട്ടത്തിക്ക് ഓഫീസിൽ ജോലി കൊടുത്തത് അത് പോട്ടെ എന്ന് വെക്കാം, പക്ഷെ 2.5 ലക്ഷം ശമ്പളം കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു മുത്തശ്ശ? അതിന്റെ അഹങ്കാരമാണ് ഇവൾ കാണിക്കുന്നതൊക്കെ. അവളുടെ ഒരു ബിരിയാണി, അനി നീ ഇത് കഴിക്കരുതെന്ന് അനാമിക ഇങ്ങനെ ദേഷ്യപ്പെട്ടു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അനി പറയുന്നുണ്ട്, ആരെന്തു പറഞ്ഞാലും ഏട്ടത്തി വാങ്ങിയ ഫുഡ് ഞാൻ സന്തോഷത്തോടു കൂടി കഴിക്കും. എനിക്ക് എൻ്റെ ഭാര്യയാണെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കി തരാനൊന്നും അറിയുകയില്ല, അപ്പോൾ ഇതെങ്കിലും ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അനി ബിരിയാണി എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ട് ദേവയാനിക്കും ആദർശിനും ഒക്കെ നയന ബിരിയാണി ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. നല്ല ചിക്കൻ ബിരിയാണിയാ ഇവർ കഴിക്കുന്നത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ കൊതിയാവുന്നു. നമുക്കും പോയി കഴിച്ചാലോ മോളെ എന്ന് രേവതി ഇങ്ങനെ പതുക്കെ അനാമികയുടെ ചെവിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് അനാമിക പറയുന്നു, അമ്മേ വേണ്ട, ഇനി അത് കഴിച്ചാലേ ഇവരൊക്കെ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അതുകൊണ്ട് നമുക്കുള്ള ഫുഡ് അമ്മ തന്നെ പോയി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നയന എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബാക്കി വന്ന ബിരിയാണി കിച്ചണിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. നയന കിച്ചണിൽ നിന്ന് പോയ ശേഷം രേവതി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും നയന കൊണ്ടുവന്ന ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇനി എന്താ ഞാൻ ഉണ്ടാക്കുക? മണിയാണെങ്കിൽ 10 മണിയായല്ലോ എന്ന് രേവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് അനാമിക വരുന്നുണ്ട്. അമ്മ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഇപ്പോൾ ഉണ്ടാക്കി താ അമ്മേ, എനിക്ക് വിശപ്പ് താങ്ങാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും രേവതി പറയാണ്, മോളെ ഇനി ഫുഡ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും ഒരുപാട് ടൈം ആവില്ലേ, നമുക്ക് ഓർഡർ ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അനാമിക പറയുന്നുണ്ട്, ആ സമയം നോക്കി അനാമിക ഇങ്ങനെ ഓർഡർ ചെയ്താലോ ഫുഡെന്ന് പറയുമ്പോഴത്തേക്കിനും ആ സമയം രേവതി ഇങ്ങനെ നയനെ അവിടെ ബാക്കി വെച്ച ബിരിയാണി അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഇനി ഓർഡർ ചെയ്യാനൊന്നും നിൽക്കണ്ട മോളെ, നമുക്ക് ഇതങ്ങ് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് രേവതി പറയുന്നുണ്ട്. അവൾ കൊണ്ടുവച്ച ഫുഡല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അനാമിക. ആയിക്കോട്ടെ, അവരെല്ലാവരും കഴിച്ചല്ലോ, അവരെല്ലാവരും ഉറങ്ങാനും പോയി, ഇത് നമുക്കും കൂടി വാങ്ങിയതല്ലേ, നമുക്കാരും കാണാതെ ഇത് അങ്ങ് കഴിച്ചാലോ എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് അനാമിക പറയുന്നുണ്ട്, എന്നാൽ അമ്മ എടുത്ത് വെക്ക്, ഞാൻ അവിടെ പോയി ഇരിക്കാമെന്നും പറഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ രേവതി ആ ഫുഡ് എടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും വേണുവിൻ്റെ കോള് വരുന്നുണ്ട് കേട്ടോ. വേണുവിനോട് സംസാരിക്കാനായി രേവതി ഇങ്ങനെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ഇതൊന്നും അറിയാതെ നയന അവിടേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചല്ലോ, ഇനി ഇതിവിടെ വെച്ചിട്ട് എന്താ കാര്യം, വേസ്റ്റ് ബോക്സിൽ കളഞ്ഞേക്കാം എന്ന് ചിന്തിച്ച് നയന ബാക്കി വന്ന ഫുഡൊക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി കളയുകയാണ്. ശേഷം തൻ്റെ മുറിയിലേക്ക് അവൾ തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് രേവതി ഫോൺ കോളൊക്കെ വെച്ച ശേഷം അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ താൻ എടുത്തു വെച്ച ബിരിയാണി കാണാനില്ല, പകരം വേസ്റ്റ് ബിന്നിൽ അത് കിടക്കുന്നത് അവർ കാണുകയാണ് കേട്ടോ. ദേഷ്യം വന്ന രേവതി അവിടെ നിന്ന് ഒച്ച വയ്ക്കുന്നുണ്ട്, ആരെ ഈ ബിരിയാണി വേസ്റ്റ് ബിന്നിൽ ഇട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കിച്ചണിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും അനാമിക പറയുന്നുണ്ട്, അയ്യോ അമ്മേ, അത് മൊത്തം കളഞ്ഞോ, ഇനി നമ്മൾ എന്തെടുത്ത് കഴിക്കും അമ്മേ, അത് ഉറപ്പായും അത് അവളുടെ പണിയായിരിക്കും എന്ന് പറഞ്ഞ് അനാമികയും ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട് വീട്ടിലുള്ള എല്ലാവരും അവിടേക്ക് എത്തിക്കുകയാണ്. നീ എന്തിനാടി ഇപ്പോൾ ബിരിയാണി വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇട്ടതെന്ന് രേവതി നയനയോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഇനി ഇതാരും കഴിക്കാൻ പോകുന്നില്ല,
ബാക്കി വന്നത് ഞാൻ കളഞ്ഞു, അതിലെന്താ പ്രശ്നമെന്ന് നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനും എൻ്റെ അമ്മയും കഴിക്കാൻ എടുത്തു വെച്ച ഫുഡ് അത് നീ അറിഞ്ഞുകൊണ്ട് തന്നെ വേസ്റ്റ് ആക്കിയത് ഞങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഇങ്ങനെ അനാമിക പറയുമ്പോഴത്തേക്കിനും അനാമിക ഇങ്ങനെ നല്ല ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഫുഡ് വേണമെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ അനാമികെ? ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഫുഡ് നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ കഴിക്കില്ല എന്നും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്ന് നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വല്യമ്മ ഇത് കണ്ടില്ലേ, നയനേട്ടത്തി വാങ്ങിച്ചു വെച്ച ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാനും അമ്മയും കഴിക്കാൻ എടുത്തു വെച്ചതാ. ഞങ്ങൾ റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഏട്ടത്തി അത് വേസ്റ്റ് ബോക്സിൽ ഇട്ടു. ഇവര് ചെയ്തതൊട്ട് ശരിയായില്ല അല്ലേ വല്യമ്മേ എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അനാമിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് നയനയുടെ മുമ്പിലേക്ക് നിൽക്കുകയാണ്. എടി ആരോട് ചോദിച്ചിട്ടാടി അനാമിക മോള് കഴിക്കാൻ എടുത്തു വെച്ച ഫുഡ് ബിരിയാണി നീ വേസ്റ്റ് ആക്കിയതെന്ന് ചോദിച്ചുകൊണ്ട് ജാനകിയും നയനയുടെ നേർക്ക് കയർക്കുന്നുണ്ട് കേട്ടോ. ജാനകി, ഇവര് രണ്ടുപേരും പറയുന്നത് കേട്ട് നീ നയനമോളെ കുറ്റം പറയണ്ട. നയനമോള് കൊണ്ടുവന്ന ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ, അതുകൊണ്ട് ബാക്കി കൊണ്ട് കളഞ്ഞു, അതിലെന്താ തെറ്റുള്ളതെന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവ് ജാനകിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അല്ല, ഞങ്ങൾ ഈ ബിരിയാണി കഴിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവൾ വേണമെന്ന് കരുതി ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് അനാമിക വീണ്ടും ചൂടാവുന്നുണ്ട് കേട്ടോ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അമ്മേ, ആരും ഫുഡ് എന്നൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന് നയന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്താടി അറിയാത്തത്? ഞാനും എൻ്റെ മോളും ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന വാങ്ങിക്കൊണ്ടുവന്ന ബിരിയാണി നിങ്ങൾക്ക് ആരും കഴിക്കില്ലെന്ന് രേവതി തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്, അതുകൊണ്ടാണ് നയന അത് ആ ഫുഡ് കഴിച്ചോ എന്ന് കഴിക്കില്ല എന്നോർത്ത് അത് വേസ്റ്റ് ബിന്നിലിട്ടെന്ന് നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട്. നിങ്ങളെ അവൾ കൊണ്ടുവന്ന ഫുഡ് സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും പറയാണ്, ഇതിൽ നയനയുടെ ഭാഗത്ത് ഒരു തെറ്റും കാണുന്നില്ല എന്ന് പറഞ്ഞ് ദേവയാനി നയനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവൾ കാരണം ഞാനും അമ്മയും പട്ടിണിയായില്ലേ, അതും മതി എല്ലാവർക്കെന്ന് അനാമിക പറയുമ്പോൾ നിങ്ങൾക്കുള്ളതേ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നല്ലേ രേവതി നേരത്തെ പറഞ്ഞത്, ഉണ്ടാക്കി കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. മണി 10 കഴിഞ്ഞു, ഇനി ഞങ്ങൾ എപ്പോൾ ഉണ്ടാക്കി കഴിക്കാനാ വല്യമ്മേ? ഈ വിഷയം വെറുതെ വിടാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഇവളെ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്ന് പറഞ്ഞ് അനാമിക വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാം ഞാൻ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. നയനമോൾ ഒരിക്കലും ശത്രുക്കൾക്ക് പോലും ഫുഡ് കൊടുക്കാതിരുന്നിട്ടില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവളാണ് നയനമോൾ, അല്ലാതെ ഇവിടെ ഉള്ളവരെ പോലെ അത് കൊടുക്കാതിരിക്കുന്ന പണിയൊന്നും എൻ്റെ നയനമോൾ ചെയ്യില്ല. എൻ്റെ നയനമോൾ ഫുഡിനെ ഒരിക്കലും അവഗണിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അച്ഛൻ എന്തിനാ ഇവളുമാർക്ക് മറുപടി കൊടുത്ത് അച്ഛൻ്റെ വില കളയുന്നത്? അനാമികയ്ക്കും രേവതിക്കും ആ ഫുഡ് തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിലേ അവരത് വേസ്റ്റ് ബോക്സിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കട്ടെ, അല്ലാതെ എൻ്റെ മരുമകളെ ശല്യം ചെയ്യുകയല്ല വേണ്ടതെന്ന് നയന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സോറി, ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും ദേവയാനി പറയാണ്, ഒരിക്കലേ ഇവര് ആരും കാടാതെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുള്ളതൊക്കെയല്ലേ, എന്തോ ചിക്കനോ മട്ടനോ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിക്കാമല്ലോ, അത് ചെയ്യാതെ പാതിരാത്രിക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അനാമികയും രേവതിക്കും വേണ്ടി ഇവിടെ ആരുടെയും ഉറക്കം കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും പോയ ശേഷം അനാമികയും രേവതിയും ഒക്കെ ആകെ വിശന്നിരിക്കുകയാണ്. ഇനി ഓർഡർ ചെയ്താൽ പോലും ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നേരം വെളുക്കും അമ്മേ, എനിക്കാണെങ്കിൽ വിശന്ന ഉറക്കം വരില്ല എന്ന് അറിഞ്ഞൂടെ എന്ന് അനാമിക പറയുമ്പോഴത്തേക്കിനും നവ്യ അവിടേക്ക് വരികയാണ് കേട്ടോ. എന്താ തമ്പുരാട്ടിമാർക്ക് ഉറക്കം വരുന്നില്ലല്ലേ? നയനിയെ അവൾ വാങ്ങിക്കൊണ്ടുവന്ന ബിരിയാണി മനഃപൂർവ്വമല്ലേ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞത്? അത് തട്ടിക്കളയുമ്പോൾ ഓർക്കണമായിരുന്നു. എന്നിട്ടിപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ അവൾ കൊണ്ടുവച്ച ഫുഡ് ആരും കഴിക്കാതെ ആഹാരത്തിനോടെ നിന്ന് കാണിച്ച് നിനക്ക് നിന്റെ തള്ളയ്ക്കും ഇത് തന്നെ കിട്ടണമായിരുന്നു. എന്തൊരു അഹങ്കാരമായിരുന്നു ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട്. ഇങ്ങനെ ഒരു അഹങ്കാരം കാണിച്ചാലേ ദൈവം കോപിക്കും, അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക.
നിങ്ങൾക്ക് ഇങ്ങനെ പട്ടിണി കിടക്കാനാ യോഗം എന്നും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് കളിയാക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും എടി നീ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ, നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് ദേഷ്യം വരും. അങ്ങനെ അനി ഞങ്ങൾ എന്നിട്ട് നിന്റെ അനിയത്തി വാങ്ങി വെച്ച ബിരിയാണിയൊന്നുമേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇച്ചിരി ഇതിലും ഭേദം വിശപ്പ് സഹിക്കുന്നത് തന്നെയാണെന്ന് നവ്യോട് പറഞ്ഞതിന് ശേഷം അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.